സംഭവബഹുലമായ ഇന്ത്യ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിൽ പാകിസ്ഥാന് ബാറ്റിംഗ് തകർച്ചയിൽ നിന്ന് കരകയറാൻ പലതവണ ശ്രമിച്ചെങ്കിലും 241 റൺസിന് പാകിസ്ഥാൻ ഓൾ ഔട്ട് ആവുകയായിരുന്നു. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാനുള്ള പാകിസ്ഥാന്റെ തീരുമാനം ശരിവെക്കുന്ന രീതിയിൽ തുടങ്ങാൻ സാധിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് ഇന്നിങ്സിന്റെ മെല്ലെപ്പോക്ക് പാകിസ്ഥാന് വെല്ലുവിളിയായി. സ്കോർ 41 നിൽക്കുമ്പോഴാണ് 23 റൺസിന് നിൽക്കുന്ന ബാബർ പുറത്തായത്. അവിടെ നിന്ന് പാകിസ്ഥാൻ പിന്നീട് സമ്മർദ്ദം നേരിട്ടു. പിന്നെ മൂന്നാം വിക്കറ്റിൽ റിസ്വാൻ സോട്ട്ഷക്കിൽ കൂട്ടുകെട്ട് 104 റൺസിന്റെ കൂട്ടുകെട്ട് ചേർത്തെങ്കിലും 144 പന്തുകളാണ് 100 റൺസ് എടുക്കാൻ വേണ്ടി വന്നത്. അത് വലിയ രീതിയിൽ വിമർശനവും ഉണ്ടാക്കി. മത്സരത്തിന്റെ രസം കൊല്ലിയായി ആ പാർട്ട്ണർഷിപ്പ് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇടവേളകളിൽ വിക്കറ്റ് എടുത്തുകൊണ്ട് ഇന്ത്യ ശക്തമായ തിരിച്ചുവരവ് അറിയിച്ചെങ്കിലും അവസാന ഓവറിൽ ആഞ്ഞടിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചു. പാകിസ്ഥാന് വേണ്ടി സോട്ട്ഷക്കിൽ 62 റൺസ് നേടിയപ്പോൾ റിസ്വാൻ 46 റൺസ് നേടി. കുഷ്ദിൽ 38 റൺസ് നേടി അവസാന വിക്കറ്റായി കളമൊഴിയുകയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി കുൽദീപ് യാദവ് 3 വിക്കറ്റ് നേടിയപ്പോൾ ഹാർദിക് പാണ്ഡ്യ 2 വിക്കറ്റ് സ്വന്തമാക്കി. ഹർഷിത് റാണയും അക്ഷർ പട്ടേലും ജഡേജയും ഓരോ വിക്കറ്റ് വീതമാണ് നേടിയത്. മത്സരത്തിൽ മെല്ലെപ്പോക്ക് വലിയ രീതിയിൽ ആരാധകരെ ചൊടിപ്പിച്ചു. വലിയ രീതിയിലുള്ള വിമർശനവും പാക് ബാറ്റിംഗിന് നേരെ ഉണ്ടാകുന്നുണ്ട്. പ്രാചീന കാലത്തെ ബാറ്റിംഗ് ശൈലി അതേപോലെ തുടർന്നെന്ന വിമർശനങ്ങളാണ് പാകിസ്ഥാൻ ഏറെയും നേരിടുന്നത്. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാനുള്ള തീരുമാനം എന്തിനായിരുന്നുവെന്നായിരുന്നു ആരാധകരുടെ ചോദ്യം. മത്സരത്തിൽ രസം കൊല്ലിയായതും അതേ കാര്യം തന്നെയാണ്. ഫീൽഡിൽ 2-3 ക്യാച്ച് ഡ്രോപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും അതിൽ നിന്നൊക്കെ ശക്തമായി തിരിച്ചു വരാൻ ഇന്ത്യക്ക് സാധിച്ചു. ഇടവേളകളിലെ വലിയ രീതിയിലുള്ള വിക്കറ്റ് വീഴ്ച തന്നെയാണ് പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കിയതും ഇന്ത്യക്ക് മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചു വരാൻ സാധിച്ചതും. അവസാന ഓവറുകളിൽ കുഷ്ദിൽ ആഞ്ഞടിച്ചതുകൊണ്ടാണ് സ്കോർ 200 കടന്നത്. ഒരുപക്ഷെ മത്സരത്തിലേറെ നിർണായകമായതും അതുതന്നെയാണ്.